ഇത് പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതവീര്യമാണ്, സ്നിഗ്ധ ഗുണമാണ്, മധുര വിഭാഗമാണ്. അപ്പോൾ ഈ സ്നിഗ്ധ ശീത മധുര ഗുണത്തോടു കൂടിയ ഈ സംഗതി നമ്മൾ പഴങ്ങളിൽ പുളിരസമുണ്ടെങ്കിൽ, അമ്ലരസമുണ്ടെങ്കിൽ ആ അമ്ലവും കൂടെ ഇത് ഇൻട്രാക്ട് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് പലതരത്തിലുള്ള ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് പല രോഗാവസ്ഥകൾ, ഇനി പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചർമ്മരോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് വർദ്ധിക്കാനും ഇടവരും. ഓക്കെ, അതുകൊണ്ടാണ് ഈ പാലും പഴവും ഒരുമിച്ച് കഴിക്കരുതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു സംഗതി, ചില കാര്യങ്ങളിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ചില വിട്ടുവീഴ്ചകളാകാം. അതെന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് ഇത് വിരുദ്ധാകുന്നത് അമ്ലരസമായതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ട, പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള പഴങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മാമ്പഴം പുളിരസമാണെങ്കിൽ പ്രശ്നമാണ്. നന്നായിട്ട് പഴുക്കാത്ത മാങ്ങ പുളി അതിലുണ്ടെങ്കിൽ, അമ്ലത്വം അതിലുണ്ടെങ്കിൽ അത് പാലുമായിട്ട് വർക്ക് ചെയ്യും. ഇതുപോലെ ദഹനേന്ദ്രിയ വ്യൂഹമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാങ്ങ